ആലപ്പുഴയിൽ നവജാത ശിശുവിനെ അമ്മ ജനലിലൂടെ വലിച്ചെറിഞ്ഞൊരു സംഭവത്തിലേക്കാണ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 19 വയസ്സുകാരിയായ അവിവാഹിതയാണ് ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ചത്. നവജാത ശിശുവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ന്യൂബോൺ ICUവിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി വയറുവേദന എന്ന് പറഞ്ഞാണ് 19കാരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. നിരീക്ഷണത്തിലിരിക്കെ ശുചിമുറിയിൽ പ്രസവിച്ചു. തുടർന്ന് ജനലിലൂടെ കുഞ്ഞിനെ പുറത്തിടുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആശുപത്രി ജീവനക്കാരെത്തി കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം. ഒരു പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ഉള്ള ആ സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പം വന്നിരുന്ന സമയത്ത് തന്നെ ആൾക്ക് നല്ല വേദനയുണ്ട്, നടുവേദനയുണ്ട്, പെയിൻ കില്ലേഴ്സ് തരണമെന്ന് പറഞ്ഞ തന്നെ വന്നത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് പേഷ്യന്റ് ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഞാനും ഇവിടെ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും പീരിയഡ്സ് മിസ് ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ആള് കറക്റ്റ് റെഗുലർ ആയിട്ട് പീരിയഡ്സ് വരുന്നത്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയറ്റിൽ ചെറിയ കൊഴുപ്പ് അടിഞ്ഞ പോലെ സംശയമുണ്ട്, ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് സംശയം കാരണം ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് ഈ പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാ ഇവിടുത്തെ അസിസ്റ്റന്റ് ചേട്ടനും പിന്നെ ഡോക്ടറും എല്ലാം കൂടെ പോയി ബാക്കിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് 2 പേരെ നമ്മൾ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇത്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും ആലപ്പുഴയിൽ നിന്ന് തന്നെ സമാനമായ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മമാരുടെ ക്രൂരതകളൊക്കെ. പക്ഷെ ഇത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? ടോമ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഹരിപ്പാട് സ്വദേശിനിയായ 19 വയസ്സുകാരിയാണ് ഇത്തരത്തിലൊരു കുഞ്ഞിന് ജന്മം നൽകിയത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി ഒന്നും സംഭവിക്കാതെ അതിനെ തിരികെ കിട്ടി എന്നുള്ളതാണ്. അതായത് ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ്, 19 വയസ്സുള്ള യുവതിയാണ്. ഇത്തരത്തിൽ നടുവേദനയാണ് എന്ന് പറഞ്ഞാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തുന്നത്. പെയിൻ കില്ലർ അവരെ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടർ ഇവരുടെ ശാരീരിക പരിശോധന നടത്താൻ ശ്രമിച്ച ഘട്ടത്തിലൊന്നും തന്നെ ഇവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ വയറിലൊക്കെ ഉള്ള ചില അസ്വാഭാവികത കണ്ട് ഡോക്ടർമാർ ചോദിച്ചെങ്കിലും കൊഴുപ്പ് അടിഞ്ഞു കൂടിയതിനെ തുടർന്നുണ്ടായ ഇതാണ് വയറിന് പ്രശ്നമാണ് വയറിന് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. ഒബ്സർവേഷനിലാണ് ഇവരുണ്ടായിരുന്നത്. ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാരും ജീവനക്കാരും ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സഹോദരിക്കൊപ്പമാണ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത്. പിന്നീട് ഇവര് പെയിൻ കില്ലർ കഴിച്ചുവെങ്കിലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ശുചിമുറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ശുചിമുറിയിലേക്ക് പോയി വന്ന ശുചിമുറിയിലേക്ക് പോയ ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ ഡോക്ടർമാർ കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. തിരിച്ചു വന്ന യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇവരെ ഒബ്സർവേഷനിൽ തന്നെ ഈ 19കാരി ഇരുന്നു. എന്നാൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ ആ ശുചിമുറി പരിശോധിച്ചപ്പോൾ അതിനകത്ത് രക്തക്കറയും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞു. ആ പരിശോധനയ്ക്കിടയിലാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും അവർ കേൾക്കുന്നത്. അങ്ങനെ ആ ജനലിന്റെ ഭാഗത്ത് ജനാലയ്ക്കുള്ളിൽ കൂടി പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ആ ജനലിന്റെ ഭാഗത്തു കൂടി ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു പെൺകുഞ്ഞ് അവിടെ നവജാത ശിശു ഉള്ളതായി കാണുന്നത്. പിന്നീട് ഇവർ ഈ കുട്ടിയെയും അമ്മയെയും മറ്റ് തുടർ ചികിത്സകൾ നൽകി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ന്യൂബോൺ ICUവിലാണ് കുഞ്ഞ് ഉള്ളത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നവജാത ശിശുവിന് ഇല്ല. ഈ അമ്മയ്ക്കും പ്രസവ സംബന്ധമായ ചികിത്സ നൽകുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ കൂടുതലായി ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മറ്റ് നടപടിക്രമങ്ങൾ ഇനി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമികമായി പെൺകുട്ടി 19കാരി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ലേ? ആശുപത്രിയിൽ ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിക്കും അറിവുണ്ടായിരുന്നില്ലേ? മാത്രമല്ല, ഇതാരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്നറിയണം. സ്വാഭാവികമായും ആ രീതിയിലുള്ളൊരു നടപടികളൊക്കെ ഉണ്ടാകേണ്ടതല്ലേ?
ഇത് വീട്ടുകാർ ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് വീട്ടുകാരും പറയുന്നത്. കൂടെ വന്ന സഹോദരിയും ഇത് ഗർഭാവസ്ഥയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്, ആശുപത്രി ജീവനക്കാരോട് നൽകിയിട്ടുള്ളത്. ഈ യുവതി മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കുകയും ജോലിയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അവരുടെ മറ്റ് ഐഡന്റിറ്റിയോ കാര്യങ്ങളോ പറയാൻ കഴിയില്ല. പക്ഷേ ഈ ആശുപത്രി റൂമിൽ, അതായത് ശുചിമുറിക്കുള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇവർ പൊക്കിൾക്കൊടി മുറിച്ച്, അതായത് വലിച്ചു പൊട്ടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ പറയുന്നത്. ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അകത്തുള്ള മറ്റ് രക്തം ഇതൊക്കെ അവരെ മാറ്റാനായി ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇത് മറച്ചു വെക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അവിവാഹിതയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങൾ, കുട്ടിയുടെ പിതൃത്വം ആരാണെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവരത് രഹസ്യമായി വെക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഗർഭാവസ്ഥ പോലും വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്നത്. വീട്ടുകാരോടും ഒരു പക്ഷേ ഇതായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു അവസ്ഥ വയറിൻ്റെ ഭാഗത്തുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വയറിന് വലിപ്പമുള്ളത് എന്നുള്ള രീതിയിൽ അവർ ആശുപത്രി അധികൃതരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇനി വീട്ടുകാരെയും ഇങ്ങനെ തന്നെയാണോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് അറിയില്ല. എന്തായാലും കൂടെ വന്ന സഹോദരിക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും അന്വേഷണം നടത്തണം. ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ചൂഷണം ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള നിയമ നടപടികളുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.